ബിഗ് ബോസ് മലയാളം സീസൺ 6 ടൈറ്റിൽ വിന്നറായ ജിൻഡോന് സമ്മാനത്തുകയായ 50 ലക്ഷം, അതായത് കോൺഫിഡന്റ് ഗ്രൂപ്പ് സ്പോൺസർ ചെയ്യുന്ന 50 ലക്ഷം രൂപ ഇന്ന് കൊച്ചിയിൽ വെച്ചിട്ട് കൈമാറിയിരിക്കുകയാണ്. നമ്മുടെ ജിൻഡോന് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചെയർമാൻ ആയിട്ടുള്ള റോയ് ആണ് ഈ പറയുന്ന 50 ലക്ഷം രൂപ സമ്മാനിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ജിൻഡോ ബിഗ് ബോസ് ഹൗസിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത്, അതുപോലെ തന്നെ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് കോണ്ടന്റുകൾ ഉണ്ടാക്കി അത്രയും കഷ്ടപ്പെട്ടാണ് ഈ പറയുന്ന ടൈറ്റിൽ വിന്നർ എന്ന ആ ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നത്. അതുകൊണ്ട് തന്നെ വെൽ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു വിജയി തന്നെയാണ് ജിൻഡോ ബിഗ് ബോസ് മലയാളം സീസൺ 6. അപ്പോൾ ഈ ഒരു സമയത്ത് റോയ് CJ നമ്മുടെ ജിൻഡോന് 50 ലക്ഷം രൂപ ക്യാഷ് അവാർഡ് കൊടുക്കുകയാണ്. പക്ഷെ ജിൻഡോന് കിട്ടുന്നത് 34 ലക്ഷം രൂപയായിരിക്കും. കൃത്യമായിട്ട് നമ്മുടെ ആ ഒരു വീഡിയോ തന്നെ പറയുന്നുണ്ട്. നമുക്ക് ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം. ഇത് ജിൻഡോന്റെ ബിഗ് ബോസിന്റെ ചെക്കാണ്. അപ്പോ ആൾക്കാർ ചോദിക്കുന്നത് എന്താ 34 ലക്ഷം, അപ്പൊ കോൺഫിഡൻസ് ഗ്രൂപ്പ് 50 ലക്ഷം അല്ലേ പറഞ്ഞത്. ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് പോണ ഗിഫ്റ്റ് ടാക്സ്. അപ്പൊ ജിൻഡോ ഒരു ഹയസ്റ്റ് ടാക്സ് പേരും കൂടിയായി. ഹയസ്റ്റ് ടാക്സ് പേര് 15 ലക്ഷം രൂപ. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ജിൻഡോന് കിട്ടിയിരിക്കുന്നത് 34 ലക്ഷം രൂപയാണ്. എന്തൊക്കെയാണെങ്കിലും അതിന്റെ കാരണം എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും. 34 ലക്ഷം രൂപ ജിൻഡോന് എന്താണ് ആ ഒരു പ്രൈസ് മണിയുടെ രൂപത്തിൽ കിട്ടി. അതുപോലെ തന്നെ 15,60,000 രൂപ നമ്മുടെ സർക്കാരിന് ജിൻഡോ കൊടുക്കുന്ന ടാക്സ് ആയിരിക്കും. ആ ഒരു 50 ലക്ഷം രൂപ ജിൻഡോന് കിട്ടുന്നതിൽ നിന്ന് 15,60,000 രൂപ ജിൻഡോന് ടാക്സ് കൊടുക്കണം. 34 ലക്ഷം രൂപയുടെ ചെക്കാണ് ജിൻഡോന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ചെക്കായിട്ടാണ് നമ്മുടെ കോൺഫിഡന്റ് ഗ്രൂപ്പ് ജിൻഡോന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 40,000 രൂപയുടെ ഒരു കണക്ക് അതിനകത്ത് വരുന്നുണ്ട്. കാരണം 34 ലക്ഷം രൂപ പ്രൈസ് മണി ആയിട്ട് കൊടുത്തു, 15,60,000 രൂപ ഈ പറയുന്ന അവാർഡായിട്ട് നമ്മുടെ ഈ പറയുന്ന ടാക്സ് ആയിട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഒരു 40,000 രൂപ അതിനകത്തൊരു ബാലൻസ് ഉണ്ട്. അതിപ്പോ എന്തെങ്കിലും ആവട്ടെ. എന്തൊക്കെയാണെങ്കിലും 15,60,000 രൂപ ഇന്ത്യൻ ഗവൺമെന്റിന് ടാക്സ് കൊടുക്കുന്ന ജിൻഡോ വലിയൊരു സംഭവമാണെന്നൊക്കെ പറഞ്ഞാണ് ഈ പറയുന്ന ചെക്ക് കൊടുക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഇന്ത്യൻ ഗവൺമെന്റിന് ടാക്സ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു സാധാരണ ഒരു പൗരൻ ഒരു മിഠായി വാങ്ങുമ്പോൾ പോലും എന്താണ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ടാക്സ് കൊടുക്കേണ്ടതെന്ന് പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും പാവപ്പെട്ടവർക്ക് വലിയ ഉപകാരങ്ങളൊന്നും ഈ ഒരു ടാക്സ് കൊണ്ട് ഇതുവരെ എനിക്കൊരു ഉപകാരം ഉണ്ടായിട്ടില്ല പേഴ്സണലി. നമുക്കിപ്പോ എടുത്തു പറയാവുന്ന ഒരു കാര്യം, നമ്മുടെ SPO ഡ്യൂട്ടിക്ക് പോയവർ, അതായത് ഈ കഴിഞ്ഞ ഇലക്ഷന് SPO ഡ്യൂട്ടിക്ക് പോയ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്. NCC, SPC, അതുപോലെ തന്നെ ഈ പറയുന്ന NSS എല്ലാത്തിലും പങ്കെടുക്കുന്ന, അതുപോലെ തന്നെ എക്സ് പോലീസ് ഓഫീസേഴ്സ്, ആർമി ഓഫീസേഴ്സ്, അവിടെ നിന്നൊക്കെ കുറച്ച് കുട്ടികൾ ഈ പറയുന്ന ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെ കുറച്ച് കുട്ടികൾ. അപ്പോൾ അവർക്ക് ഈ പറയുന്ന ഫണ്ടൊന്നും കിട്ടിയിട്ടില്ല അവിടെ SPO ഡ്യൂട്ടിക്ക് പോയതിൻ്റെ. അപ്പോൾ സാധാരണക്കാർക്ക് ഇതുകൊണ്ട് വലിയൊരു ഭാരമൊന്നുമില്ല. എന്തൊക്കെയാണെങ്കിലും പറയുമ്പോൾ പറയാം, 15 ലക്ഷം രൂപ ഇന്ത്യൻ ഗവൺമെന്റിന് ടാക്സ് കൊടുത്ത ഒരാളാണ് ജിൻഡോ എന്ന് പറയുമ്പോൾ നമുക്ക് വാക്കുകൊണ്ട് വെറുതെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. എന്തൊക്കെയാണെങ്കിലും അതൊക്കെ വിട്ടേക്കാൻ ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ പറഞ്ഞു എന്നുള്ളൂ. എന്തൊക്കെയാണെങ്കിലും ജിൻഡോന് ഈ പറയുന്ന 34 ലക്ഷം രൂപ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ സമ്മാനമായിട്ടും 15 ലക്ഷം രൂപ ടാക്സ് അതിൽ നിന്ന് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ജിൻഡോന് ഈ പറയുന്ന ബിഗ് ബോസിൽ നിൽക്കുന്നതിന് പെർ ഡേ സാലറി ഉള്ളതാണ്. ഏകദേശം 40,000 രൂപ പെർ ഡേ സാലറി ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ജിൻഡോ. അപ്പൊ ആ വകയിലും ഈ പറയുന്ന പോലെ ഒരു 40 ലക്ഷം രൂപ ജിൻഡോന് കിട്ടിയിട്ടുണ്ടാകും. അതിൽ നിന്നും ഈ പറയുന്ന ടാക്സും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 10 ലക്ഷം രൂപ അതിൽ നിന്നും ടാക്സിന്റെ ആ ഒരു രീതിയിൽ പോകുന്നതായിരിക്കും. അതിൽ നിന്നും ഒരു 30 ലക്ഷം രൂപ ജിൻഡോന് കിട്ടിയിട്ടുണ്ടാകും. ഏകദേശം ഒരു ഫുള്ളായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 60-65 ലക്ഷം രൂപയായിരിക്കും ജിൻഡോന് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ക്യാഷ് പ്രൈസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. പിന്നീട് അതിലും എന്താണ് ആ ഒരു 60 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഒരുപാട് വ്യക്തികൾ ഈ സമയത്ത് ജിൻഡോനെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരുപാട് സഹോദരങ്ങള്, അമ്മമാര്, അച്ഛന്മാര്, അനിയത്തിമാര്, ചേച്ചിമാര്, അങ്ങനെ ഒരുപാട് പേര് ജിൻഡോനെ ഈ ഒരു സമയത്ത് ഇഷ്ടപ്പെടുന്നുണ്ട്. അത് ഈ പറയുന്ന പണത്തെക്കാളും ഒരുപടി മുന്നിൽ നിൽക്കും. അത് നമുക്കറിയാം. ജിൻഡോ ഇനി മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ ഒരു സിനിമ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജിൻഡോന്റെ ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകുന്ന നാളുകളിൽ ഏറ്റവും കൂടുതൽ ഉപകരിക്കാൻ പോകുന്നതും ആ ഒരു ഇഷ്ടവും സ്നേഹവും സപ്പോർട്ടും തന്നെ ആയിരിക്കും. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരു 10 സിനിമയിൽ മെയിൻ റോൾ അഭിനയിക്കുന്ന അത്രയും വലിയൊരു ഇമ്പാക്ട് ബിഗ് ബോസ് ഹൗസിൽ ഒരാഴ്ച വന്നിട്ട് നല്ല രീതിയിൽ നിന്നാ കിട്ടും. ഉറപ്പായ ഒരു കാര്യം തന്നെയാണത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ജിൻഡോന് നല്ല രീതിയിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് വലിയൊരു കാര്യവും. ബിഗ് ബോസ് ഹൗസിൽ പങ്കെടുക്കാൻ വരുന്ന 75%-ലധികം കണ്ടസ്റ്റൻസും ഈ പറയുന്ന ഫിനാൻഷ്യലി അത്യാവശ്യത്തിന് കൊള്ളാവുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ തന്നെയാണ്. അവർ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത് ഈ പറയുന്ന ഫെയിമിനും ഒത്തിരി പേരുടെ സ്നേഹവും സന്തോഷവും എല്ലാനും തനിക്ക് കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ജിൻഡോ അതിനകത്ത് ഭാഗ്യവാനാണ്. ഒരുപാട് പേര് ഈ സമയത്ത് ജിൻഡോനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വലിയൊരു പെർസെൻറ്റേജ് വോട്ടിനാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6 ടൈറ്റിൽ വിന്നറായിട്ട് ജിൻഡോ മാറിയത്.
കിട്ടിയത്. അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണെങ്കിലും ജിൻഡോ വളരെ ഭാഗ്യമുള്ളൊരു വ്യക്തിയാണ്. ഇനി മുന്നോട്ട് പോകുന്ന നാളുകളിൽ സിനിമയിലായാലും അല്ലെങ്കിൽ ബിസിനസ്സിലായാലും താൻ ചെയ്യുന്ന ജോലിയിലായാലും വളരെ മികച്ച രീതിയിൽ അത് ചെയ്യാനായിട്ട് ജിൻഡോന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കോൺഫിഡന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 17 വർഷമായിട്ട് ഏഷ്യാനെറ്റിന്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചെയർമാൻ ആയിട്ടുള്ള റോയ് CJ. കാരണം 2007 ആദ്യമായിട്ട് ഐഡിയ സ്റ്റാർ സിംഗർ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് 40 ലക്ഷം രൂപ സമ്മാനത്തുകയായിട്ട് പ്രഖ്യാപിച്ച് മുന്നോട്ട് വന്ന ഒരു ഗ്രൂപ്പാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ്. അതിനുശേഷം ഈ പറയുന്ന സ്റ്റാർ സിംഗറിലായാലും നമ്മുടെ ബിഗ് ബോസിലായാലും എല്ലാത്തിലും കോൺഫിഡന്റ് ഗ്രൂപ്പ് ഒരു സജീവ സാന്നിധ്യമായിരുന്നു. പക്ഷേ റോയ് സാർ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതുവരെയും ജിൻഡോ കോൺഫിഡന്റ് ഗ്രൂപ്പിനെ ഈ ഒരു പ്രൈസ് മണിക്ക് വേണ്ടി കോൺടാക്ട് ചെയ്തിട്ടില്ല. ഇതിനു മുന്നുള്ള സ്റ്റാർ സിംഗറിൽ പങ്കെടുത്ത കണ്ടസ്റ്റൻസ് ആയാലും ബിഗ് ബോസിൽ പങ്കെടുത്ത കണ്ടസ്റ്റൻസ് ആയാലും ബിഗ് ബോസ് അവസാനിക്കുന്ന സമയത്ത് ഈ ഒരു പ്രൈസ് മണിക്ക് വേണ്ടി കോൺഫിഡന്റ് ഗ്രൂപ്പിനെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാണ് ഉണ്ടാവുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് ജിൻഡോ ഒരിക്കലും കോൺഫിഡന്റ് ഗ്രൂപ്പിനെ കോൺടാക്ട് ചെയ്തിട്ടില്ല. കോൺഫിഡന്റ് ഗ്രൂപ്പ് ജിൻഡോയെ അങ്ങാട് കോൺടാക്ട് ചെയ്യുകയായിരുന്നു. കാരണം ജിൻഡോ നാളെ നമ്മുടെ ദുബായിലേക്ക് പോവുകയാണ്. അപ്പൊ ദുബായിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു പ്രൈസ് മണി ഹാൻഡ് ഓവർ ചെയ്യാന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കോൺഫിഡന്റ് ഗ്രൂപ്പ് ജിൻഡോനെയാണ് കോൺടാക്ട് ചെയ്തത്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് മണി കൊടുത്തതിന് ശേഷം ഈ പറയുന്ന ഒരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കോൺഫിഡന്റ് ഗ്രൂപ്പിലെ എംപ്ലോയീസും റോയ് CJയും അതുപോലെ തന്നെ ഈ പറയുന്ന ജിൻഡോയും എല്ലാവരും തമ്മിൽ ഒരു കേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തു. വളരെ സന്തോഷമായിട്ടാണ് അവിടെ നിന്ന് പിരിഞ്ഞു പോയത്. എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളത്തിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്താണെന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു.